അപ്പോൾ എല്ലാവർക്കും once again വെൽക്കം ടു മനോരമ ഹൊറൈസൺ. അപ്പം നമ്മൾ ഇന്ന് 8ന്റെ 9ാമത്തെ ചാപ്റ്റർ നെഗറ്റീവ് നമ്പേഴ്സ് ആണ് നോക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും നാച്ചുറൽ നമ്പേഴ്സിനെ പഠിച്ചിട്ടുണ്ടല്ലേ, 1 2 3 4 എക്സെട്ര. അതുപോലെ തന്നെയാണ് നെഗറ്റീവ് നമ്പേഴ്സും. എന്തേ വ്യത്യാസമുള്ളൂ? നമ്മൾ സീറോയ്ക്ക് താഴോട്ട് പോകുമ്പോഴത്തേക്കും ഓരോ നെഗറ്റീവ് സൈനും കൂടെ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അതായത് -1 -2 -3 എന്നുള്ള രീതിയിൽ പോകുന്നു. അതാണ് എന്ത് നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് ബേസിക്കലി പറയുന്നത്. എന്ത് മാത്രമേ മാറ്റുള്ളൂ? മൈനസ് മാത്രമേ മാറ്റുള്ളൂ. ഇനി നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നുണ്ടല്ലോ, 1 + 2 2 + 3 അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും? നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സിനെയും ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ഡിവിഷൻ ചെയ്യുകയും അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയും എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഇതുവരെ ഉള്ള സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അഡീഷനും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി എന്താണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടെയാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പം നെഗറ്റീവ് നമ്പേഴ്സ് കൊണ്ട് എന്താണ് ആവശ്യം എന്ന് ആരെങ്കിലും ചോദിച്ചാലോ? നെഗറ്റീവ് നമ്പേഴ്സ് പറയാൻ നമ്മൾ മെയിനായിട്ട് എന്താ പറയുന്നത്? ടെമ്പറേച്ചേഴ്സ് ബിലോ 0 ഡിഗ്രി പോകുമ്പോൾ, അതായത് നമ്മുടെ അബ്രോഡുള്ള പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ -4ഉം -3ഉം ഒക്കെയാണ് ടെമ്പറേച്ചർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതപ്പോൾ എന്താണ്? ഫ്രീസിങ് കാലാവസ്ഥയാണ് അല്ലേ? അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ കാലാവസ്ഥ പറയാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പം അപ്കമിങ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് വരുന്ന എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിംഗിൽ മെയിൻ ആയിട്ട് നിങ്ങൾ നമ്മുടെ ലോസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയുന്നത്? നെഗറ്റീവ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ലോസ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് നെഗറ്റീവ് സൈൻ വെച്ചാണ്, നെഗറ്റീവ് നമ്പേഴ്സ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അഥവാ നമ്മൾ ഏൺ ചെയ്തു, ആ ഒരു പൈസനെ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് വെച്ച് പറയാൻ പറ്റും. ഇനി അതുപോലെ സീ ലെവലിന്റെ എലിവേഷൻ പറയാൻ നേരത്ത് സീ ലെവലിന് മുകളിലോട്ടുള്ള നമ്പേഴ്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സും, എലിവേഷൻ ബിലോ സീ ലെവൽ വരുമ്പം നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സും ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തും അറിഞ്ഞിരിക്കണം? നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിലുള്ള ഓപ്പറേഷൻസും അറിഞ്ഞിരിക്കണം. അപ്പം അതിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്രയും ക്ലാസ്സുകളിൽ പഠിച്ച കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഓർത്ത് നിൽക്കാം. നമ്മുടെ എന്തൊക്കെയാ പഠിച്ചത്? നിങ്ങൾ അഡീഷൻ പഠിച്ചു, സബ്ട്രാക്ഷനും പഠിച്ചു. ഇനി അതിന്റെ രണ്ടിന്റെയും റൂൾസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഏത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് x ആൻഡ് y എടുത്താലും, ഇനി y വലുതാണെന്ന് വിചാരിക്കുക. ഇപ്പൊ x - y, അതായത് നമ്മുടെ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുമ്പോൾ, ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് എന്തും കൂടെ ഇട്ട് കൊടുക്കുന്നു? ഒരു കുഞ്ഞ് നെഗറ്റീവ് സൈനും കൂടെ ഇട്ട് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ പരിപാടി. എന്ത് ചെയ്യുന്നു? നമ്മളിപ്പം 3 - 2 ആണെങ്കിൽ എത്ര വരും? 1 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ 2 - 3 ആണെങ്കിലോ? 2 ചെറുതും 3 വലുതും അല്ലേ? എന്ത് ചെയ്യുക? 3 - 2 നിങ്ങൾക്ക് എത്രയാണെന്നറിയാം? 1 ആണെന്നറിയാം. അതിൻ്റെ കൂടെ എന്ത് ഇട്ട് കൊടുക്കുക? ഒരു ചെറിയ കുട്ടി സൈനും നെഗറ്റീവ് സൈനും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരും? -1 വരും. അതാണ് 2 - 3. 2 - 3 എത്രയാണ്? -1 ആണ്. ഇനി അതുപോലെ തന്നെ -x + y ആണെങ്കിലോ? നമ്മൾ എന്ത് ചെയ്യുക? y-ന്ന് x കുറച്ചിട്ട് ആൻസർ എഴുതുക. അവർ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി നോക്കിക്കേ, x + -y ആണെങ്കിലോ? x + -y ആണ് എന്ത് ചെയ്യുക? x - y ചെയ്യുക. അതുപോലെ -x - y, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് എക്സാമ്പിൾ എടുത്ത് നോക്കാം. -x - y, x 1ഉം y 2 ആണ് എടുത്താൽ എന്ത് വരും? -1 - 2 എത്ര വരും? -1 - 2 എത്രയാ? -3 അല്ലേ? അതായത് 1 + 2 ചെയ്തിട്ട് നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കുമല്ലേ? അതെ, -(x + y) ആണ്. അതായത് എന്ത് ചെയ്യണം ഇവിടെ? നമ്മൾ പോസിറ്റീവും ആഡ് ചെയ്യുമ്പോൾ, അതായത് 1 + 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? പോസിറ്റീവ് തന്നെയല്ലേ ആൻസറും കിട്ടുക? 3 അല്ലേ കിട്ടുക? അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സിൽ നമുക്ക് -1 മൈനസുകൾ രണ്ട് എന്ത് ചെയ്യണം? -x - y, അപ്പൊ എന്ത് വരും? -x + y വരും. ഇനി നോക്കിക്കേ, x - -y, x - -y എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് മൈനസ് വന്നാൽ എപ്പോഴും എന്താണ്? പോസിറ്റീവ് ആണ്. രണ്ട് മൈനസ് എവിടെ വന്നാലും അത് പോസിറ്റീവ് ആണ്. അപ്പൊ നോക്കിക്കേ, x + y വരും. ഇനി നോക്കിക്കേ, ഫോർ എനി നമ്പർ x + -x എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. അതായത് ഏതൊരു നമ്പറും ആ നമ്പറിന്റെ തന്നെ നെഗറ്റീവ് നമ്പറും ആഡ് ചെയ്താൽ എന്തേ വരുള്ളൂ? 0 വരത്തുള്ളൂ. ഉദാഹരണത്തിന് 5 എടുക്കുക. 5 എടുത്ത് നോക്കിക്കേ, 5 + -5 എത്ര വരും? 0 വരും. 6 + -6 0 വരും. 100 + -100 ആണെങ്കിലോ? 0 വരുള്ളൂ. ഏത് നമ്പറും അതിന്റെ നെഗറ്റീവ് നമ്പറിനോട് ആഡ് ചെയ്താൽ നമുക്ക് എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. അപ്പൊ നമ്മൾ റൂളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി. ഇനി നമുക്ക് നമ്മുടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒന്ന് നോക്കാം. ഇനി നോക്കിക്കേ, ഇവിടെ എന്താണ് കണ്ടിട്ടുള്ളത്? നമ്മുടെ കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ -10 × 5 ആണ്. അതായത് നമുക്ക് -x, ഇതിനെ നമുക്ക് എന്തെന്ന് x എന്ന് എടുക്കാം. x എവിടെ എന്താണ്? ഇവിടെ മൈനസ് ആണ്. ഇനി 5നെ നമുക്ക് y എന്ന് കൊടുക്കാം. -x × y ആണ്. അപ്പൊ -x × y എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ യൂഷ്വലി കാണുന്ന പോലെ തന്നെ പ്രൊഡക്റ്റ് ചെയ്യണം. എന്നിട്ട് എന്തും കൂടെ ഇടണം?
ഒരു കുട്ടി മൈനസും കൂടെ ഇട്ട് കൊടുക്കണം. അതായത് ഇവിടെ ആണെങ്കിൽ മൈനസ് എക്സ് എത്രയാണ്, എക്സ് ഇൻറ്റു വൈ എത്ര വരും ഇവിടെ, മൈനസ് 10 ഇൻറ്റു 5 എത്ര വരും, മൈനസ് 10 ഇൻറ്റു 5 എന്ത് ചെയ്യണം നിങ്ങൾ, 10 ഇൻറ്റു 5 ആദ്യം ചെയ്യണം, എത്ര വരും, 50 വരും. ഇനി എന്തിടാൻ മറക്കരുത്, നെഗറ്റീവ് സൈനും കൂടെ ഇടാൻ മറക്കരുത്. മൈനസ് 50 ആണ് ആൻസർ. അപ്പം എവിടെയാണെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കുക, ഒരു നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്തേ വരുള്ളൂ, നെഗറ്റീവേ വരുള്ളൂ. രണ്ട് നമ്പറും പോസിറ്റീവ് ആണെങ്കിൽ ആൻസർ എന്ത് വരും, പോസിറ്റീവ് വരും. രണ്ട് നമ്പറും നെഗറ്റീവ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിലും ആൻസർ എന്ത് വരും, പോസിറ്റീവ് വരും. പക്ഷെ ഇവിടെ നോക്കിക്കേ, എല്ലായിടത്തും ഒരു നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ആൻസറിൽ എന്ത് വരും, നെഗറ്റീവേ വരുള്ളൂ. പ്രൊഡക്റ്റിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഇല്ല. പ്രൊഡക്റ്റ് ഇതുപോലെ തന്നെ ഇരിക്കും. പ്രൊഡക്റ്റ് നമ്മുടെ യൂഷ്വൽ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നോക്കിക്കേ, ഇവിടെ ആണെങ്കിലോ, ഇവിടെ -5 ആണ് ഇൻറ്റു 6 ആണ്. അപ്പൊ 5ഉം 6ഉം എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, 30 വരും. ഇനി ഒരു നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസറിലും എന്തേ വരുള്ളൂ, നെഗറ്റീവേ വരുള്ളൂ. അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. ഇവിടെ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ. -7 ഇൻറ്റു 3 ആണ്. ആദ്യം എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് കാണണം. 7 ഇൻറ്റു 3 21. ഒരു നമ്പർ നെഗറ്റീവ് അല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആൻസറിലും നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്നു, -21. ഇവിടെ നോക്കിക്കേ, -11 ഇൻറ്റു 2 എത്രയാണ്, 11 ഇൻറ്റു 2 22. എത്രയും കൂടെ ഇട്ട് കൊടുക്കണം, ഒരു കുട്ടി നെഗറ്റീവ് സൈനും കൂടെ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും, നമ്മുടെ ആൻസർ ആയി. അപ്പം ഓർത്ത് വെച്ചോളൂ, മൾട്ടിപ്ലിക്കേഷനിൽ എപ്പോഴും ഒരു നമ്പർ നെഗറ്റീവ് വന്നാൽ ആൻസർ എന്തേ വരുള്ളൂ, നെഗറ്റീവേ വരുള്ളൂ. ഈ രണ്ട് നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയി പോവും. നോക്കിക്കേ, ഇവിടെയും കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമുക്ക് 12 ഇൻറ്റു -3. പക്ഷെ ഇവിടെ എന്താണ്, നമ്മൾ നേരത്തെ കണ്ട പ്രോബ്ലത്തിലൊക്കെ എന്തായിരുന്നു, ആദ്യത്തെ നമ്പർ ആയിരുന്നു നെഗറ്റീവ് അല്ലെ. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ തന്നിട്ടുള്ളതിൽ എന്താണ്, രണ്ടാമത്തെ നമ്പറാണ് നെഗറ്റീവ്. പക്ഷെ ഒരു നമ്പർ നെഗറ്റീവ് ആയ ആൻസർ എന്തേ വരുള്ളൂ എന്ന് നമുക്കറിയാം, നെഗറ്റീവേ വരുള്ളൂ. അപ്പൊ 12 ഇൻറ്റു 3 ചെയ്യണം. എത്ര വരും, 12 ഇൻറ്റു 3 36 വരും. നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക, -36. 7 ഇൻറ്റു 7 എത്ര വരും, 49. നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. 9 ഇൻറ്റു 6 എത്ര വരും, 9 ഇൻറ്റു 6 54 വരും. നെഗറ്റീവ് ഇട്ട് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമ്മൾ കണ്ടു ഒരു അതായത് ഫോർ എനി ടു പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, -x ഇൻറ്റു വൈ ആണെങ്കിലും എക്സ് ഇൻറ്റു -y ആണെങ്കിലും, അതായത് ഏതെങ്കിലും ഒരു നമ്പർ പോസിറ്റീവ് ആയാൽ ആൻസർ എന്ത് വരും, ആ പ്രൊഡക്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് വരും, ഒരു നെഗറ്റീവ് സൈനും വരും. ഓർത്തിരിക്കുക. ഇനി അതിനെ വേർഡ്സിൽ പറഞ്ഞാൽ എന്താണ്, ദ പ്രൊഡക്റ്റ് ഓഫ് എ പോസിറ്റീവ് നമ്പർ ആൻഡ് ദ നെഗറ്റീവ് ഓഫ് എ പോസിറ്റീവ് നമ്പർ മീൻസ് ദ നെഗറ്റീവ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദിസ് പോസിറ്റീവ് നമ്പേഴ്സ്. എന്താ പറയുന്നത്, ഒരു പോസിറ്റീവ് നമ്പറിന്റെയും നെഗറ്റീവ് നമ്പറിന്റെയും പ്രൊഡക്റ്റ് എടുത്താൽ എന്ത് വരും, ദ പോസിറ്റീവ് നമ്പർ മീൻസ് ദ നെഗറ്റീവ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദിസ് പോസിറ്റീവ് നമ്പേഴ്സ്. ഇതേ നമ്പറുകളുടെ തന്നെ പോസിറ്റീവ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിനോട് എന്ത് കൂട്ടണം, ഒരു നെഗറ്റീവ് സൈനും കൂടെ ആഡ് ചെയ്യുന്ന പണിയുള്ളതെന്ന് നമുക്ക് പറഞ്ഞു വെക്കുവാണ്. നിങ്ങൾ വേർഡ്സ് മനസ്സിലായില്ലെങ്കിലും എന്ത് മനസ്സിലാക്കണം, ഈ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ മനസ്സിലാക്കി വെക്കുക. -x ഇൻറ്റു വൈ ആണെങ്കിലും y ഇൻറ്റു -x ആണെങ്കിലും ആൻസർ എന്തേ വരുള്ളൂ, -(x, y) വരുള്ളൂ എന്ന് ഓർത്ത് വെക്കുക. ഇനി നോക്കിക്കേ, നമുക്കൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. അപ്പം എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം, XY തന്നുപിടിക്കണം. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ഇനി നോക്കിക്കേ, -1/2 ഇൻറ്റു 7 ആണ് നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ. നോക്കിക്കേ, -1/2 ഇൻറ്റു 7 എന്ത് വരും, നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ചെയ്യുക. 1/2 ഇൻറ്റു 7 എത്ര വരിക, 1/2 ഇൻറ്റു 7 7/2 അല്ലേ വരിക. 1/2 ഇൻറ്റു 7 7/2 ആണല്ലോ, യൂഷ്വലി ചെയ്യുന്ന പോലെ. ഇനി ഒരു നമ്പർ മൈനസ് അല്ലേ, ഒരു നമ്പർ മൈനസ് ആയതുകൊണ്ട് എന്തും വരും, ഒരു മൈനസും വരും. -7/2 ആണ് XY എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, 4 ഇൻറ്റു -1/3 എന്ത് ചെയ്യുക, 4 ഇൻറ്റു 1/3 ചെയ്യുക. അതായത് 4/3 കിട്ടും. ഇനി ഒരെണ്ണം മൈനസ് ആയത്, ഒരു നമ്പർ ഒരു സംഖ്യ മൈനസ് ആയതുകൊണ്ട് എന്ത് കൊടുക്കുക, ഒരു മൈനസ് ആഡ് ചെയ്യുക. അപ്പം -4/3. ഇനി 8 ഇൻറ്റു -8 നമ്മൾ എന്ത് പഠിച്ചായിരുന്നു, 8 പ്ലസ് -8 ആണെങ്കിൽ എന്ത് വന്നേനെ, 0 വന്നേനെ അല്ലേ. ഒരു നമ്പറും ആ നമ്പറിന്റെ തന്നെ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പോൾ എന്താണെന്നറിയാം, 0 എന്നറിയാം. ഇനി ഇവിടെ നോക്കിക്കേ, 8 ഇൻറ്റു -8 ആയതുകൊണ്ട് 8 ഇൻറ്റു 8 ചെയ്യുക, 64. അതിൻ്റെ കൂടെ എന്തോ ആഡ് ചെയ്യണം, മൈനസും ആഡ് ചെയ്യണം. ഇനി ഇവിടെ നോക്കിക്കേ, -1 ഇൻറ്റു 2/3 എത്ര വരും, 1 ഇൻറ്റു 2/3 എത്രയാ, 2/3 ആണ്. അതിൻ്റെ കൂടെ എന്തും പോവും, ഒരു മൈനസും കൂടെ പോയാൽ -2/3 കിട്ടുമല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ. എന്ത് ചെയ്യുക, നമ്മുടെ ആ പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിൽ തന്നെ പോസിറ്റീവ് നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് അവർ തമ്മിലുള്ള പ്രൊഡക്റ്റ് കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ മൈനസ് ആണെങ്കിൽ ആൻസറിലും മൈനസ് കൊടുക്കുക. ഇനി നോക്കിക്കേ, ഇനി നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. ആ പാറ്റേൺ വെച്ചിട്ട്
കുറച്ച് കാര്യം മനസ്സിലാക്കാനുണ്ട്. നോക്കിക്കേ, -1ന്റെ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. -1ന്റെ ഏതെങ്കിലും നമ്പറിന്റെ സ്ക്വയർ ചെയ്യുന്നത് എങ്ങനെയാ? അതേ നമ്പറിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യല്ലേ? -1 ഇൻറ്റു -1 എത്ര വരും? ഇനി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? രണ്ടും മൈനസ് ആണ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു രണ്ടും നെഗറ്റീവ് ആയാൽ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് പ്രൊഡക്റ്റ് മാറുന്നുണ്ടോ? ഇല്ല. നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലും പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലും പ്രൊഡക്റ്റ് അതുപോലെ തന്നെയാണ്. നമ്മുടെ സൈന് മാത്രമേ മാറ്റുള്ളൂ കേട്ടോ. ഇവിടെ നോക്കിക്കേ, 1 ഇൻറ്റു 1 1 തന്നെയാണ്. പക്ഷെ ഇവിടെ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് എന്ത് വന്നു? പോസിറ്റീവ് 1 വന്നു. ഇനി -1 ക്യൂബ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? -1 സ്ക്വയർ ഇൻറ്റു -1 റേസ് ടു 1 എന്ന് എഴുതാമല്ലോ. അപ്പൊ എന്തറിയാം നമുക്ക്? -1 റേസ് ടു 2 ഇൻറ്റു -1 റേസ് ടു 1 എത്ര വരും? -1 ക്യൂബ് തന്നെയാണ്. -1 സ്ക്വയർ ഓൾറെഡി എന്താ നമുക്ക് കിട്ടി? 1 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 1 ഇൻറ്റു -1 എന്ന് എഴുതാലോ. എത്രയാണ്? ഒരു നമ്പർ നെഗറ്റീവ് വന്നാൽ ഞാൻ പറഞ്ഞു ആൻസറിലും നെഗറ്റീവ് വരും. 1 ഇൻറ്റു 1 1 വന്നു, നെഗറ്റീവ് വന്നു. -1 റേസ് ടു 4 നോക്കാം. -1 ക്യൂബ് ഇൻറ്റു -1 എന്ന് എഴുതാൻ പറ്റും. -1 ക്യൂബ് എത്രയാണ്? -1 ആണ്. -1 ഇൻറ്റു -1 രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ പോസിറ്റീവ് 1. -1 റേസ് ടു 5 വന്നു. -1 റേസ് ടു 4 ഇൻറ്റു -1 എന്ന് എഴുതാൻ പറ്റും. -1 റേസ് ടു 4 എത്രയാണെന്ന് കിട്ടി? 1 ആണെന്ന് കിട്ടി. 1 ഇൻറ്റു -1 എത്ര കിട്ടും? -1 തന്നെ കിട്ടും. ഇനി ഇൻ ജനറൽ നമുക്കിതിനെ എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇൻ ജനറൽ നമുക്കിതിനെ എങ്ങനെ പറയാം? -1 റേസ് ടു n ഈസ് ഈക്വൽ ടു 1 ഇഫ് n ഈസ് ഈവൻ. അതായത് ഈ നമ്മുടെ പവർ ഉണ്ടല്ലോ, പവർ ഈവൻ നമ്പേഴ്സ് 2 4 6 8 ആണെങ്കിൽ ആൻസർ എത്രയേ വരുള്ളൂ? 1 വരത്തുള്ളൂ. -1 റേസ് ടു 100 ആണെങ്കിലും ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും. എന്തുകൊണ്ടാ? 100 ഈവൻ ആയതുകൊണ്ട്. ഇനി n ഈവൻ സോറി, ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. n ഓഡ് ആണെങ്കിലാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ ഇത് വെട്ടിയിട്ട് നമുക്ക് എന്താക്കാം? ഓഡ് എന്നാക്കാം. ഇനി n ഓഡ് ആണെങ്കിൽ ആൻസർ എന്തേ വരുള്ളൂ? -1 വരത്തുള്ളൂ. ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് 99 സങ്കല്പിക്കുക. -1 റേസ് ടു 99 ആണെങ്കിൽ എന്തേ വരുള്ളൂ? -1 തന്നെ വരത്തുള്ളൂ. കാരണം എന്താ? പവർ ഓഡ് അല്ലേ? പവർ ഓഡ് ആയിരിക്കുമ്പോൾ എപ്പോഴും -1 തന്നെ വരത്തുള്ളൂ. ഇനി -1 റേസ് ടു ഈവൻ നമ്പർ ആണെങ്കിൽ എന്തേ വരുള്ളൂ? 1 വരത്തുള്ളൂ. അപ്പൊ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. നിങ്ങൾ നോട്ട് ചെയ്യുമ്പം ഇവിടെ ഈവൻ മാറ്റി ഓഡ് ആക്കാൻ മറക്കല്ലേ. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഇനി പ്രോബ്ലത്തിലോട്ട് പോവാം. കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നോക്കിക്കേ, ഗിവൺ വേരിയസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് ആസ് എക്സ് വൈ ഇസഡ്. എക്സും വൈയും ഇസഡും നമുക്ക് കുറച്ച് വേരിയസ് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യം എന്തുണ്ട്? എക്സ് -2ഉം വൈ 3യും ഇസഡ് 5ഉം ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്, ഇസഡ് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എത്രയാണ്? -2 ആണ്. വൈ എത്രയാണ്? 3 ആണ്. ഇസഡ് എത്രയാണ്? ഇൻറ്റു 5 ആണ്. നോക്കിക്കേ, ആദ്യം നമ്മൾ ബ്രാക്കറ്റിലുള്ളത് ഏത് നമ്മുടെ ഓപ്പറേഷൻ ആണെങ്കിലും ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്തിട്ടേ നിങ്ങൾ ബാക്കി ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നോക്കിക്കേ, -2 + 3 അഡീഷൻ, നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷൻ നിങ്ങൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം? നോക്കിക്കേ, -2 + 3 വരുമ്പോ എത്ര വരും? 1 വരും. അതായത് ആര് വരും? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. ഡിഫറൻസ് കണ്ടിട്ട് വലിയ ആളുടെ സൈൻ നോക്കിയാൽ മതി. അപ്പൊ 1 വരും. 1 ഇൻറ്റു 5 എത്ര വരും? 5 വരും. നമ്മുടെ ആൻസർ എത്ര വരും? 5 ആണ് ആൻസർ. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് 4 ആണ്, വൈ -4 ആണ്, ഇസഡ് 1 ആണെങ്കിൽ എക്സ് ഇസഡ് പ്ലസ് വൈ ഇസഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യുക? എക്സ് ഇസഡ് പ്ലസ് വൈ ഇസഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇസ് ഈക്വൽ ടു എക്സ് എത്രയാണ്? 4 ആണ്. ഇസഡ് എത്രയാണ്? 1 ആണ്. വൈ -4, ഇസഡ് അഗെയിൻ 1 ഇസ് ഈക്വൽ ടു, അപ്പൊ എന്ത് വരും? 4 ഇൻറ്റു 1 എത്ര വന്നു? 4 ഇൻറ്റു 1 4. ഇനി ഇവിടെ നോക്കിക്കേ, -4 ഇൻറ്റു 1 ആണ് വരുന്നത്. പ്ലസ് -4 ഇൻറ്റു 1 എത്ര വരും? -4 വരും. 4 പ്ലസ് -4 എക്സ് പ്ലസ് മൈനസ് എക്സ് എന്നുള്ള ഫോമുല അല്ലേ? 0 അല്ലേ വരുള്ളൂ. എക്സ് പ്ലസ് മൈനസ് എക്സ് എവിടെ വന്നാലും ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. ഇനി നോക്കിക്കേ, അടുത്തൊരു പ്രോബ്ലത്തിൽ എക്സ് -1 ആണ് തന്നിട്ടുണ്ട്, വൈ -7 ആണ്, ഇസഡ് 2 ആണെങ്കിൽ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് വൈ പ്ലസ് വൈ ഇസഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എത്രയാണ് ഇവിടെ? -1 ആണ്. ഇൻറ്റു വൈ എത്രയാണ്? വൈ -7 ആണ്. പ്ലസ് പിന്നെ അഗെയിൻ വൈ എത്രയാണ്? -7 ആണ്. ഇസഡ് എത്രയാണ്? 2 ആണ്. ഇത് കാണണം. നോക്കിക്കേ, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം എന്ത് ചെയ്യുക? യൂഷ്വലി പ്രൊഡക്റ്റ് എടുക്കുക. 1 ഇൻറ്റു 7 7 ആണ്. രണ്ടും നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് സൈൻ എന്തേ വരുള്ളൂ? പോസിറ്റീവ് നമ്പറേ വരത്തുള്ളൂ. ഇനി നോക്കിക്കേ, പ്ലസ് ഇവിടെ നോക്കിക്കേ, -7 ഇൻറ്റു 2 ആണ് വരുന്നത്.
-7 × 2 എന്ന് വെച്ചാൽ എത്രയാണ്? 7 × 2 14 ആണ്. ഒരു നമ്പറും നെഗറ്റീവ് ആയതുകൊണ്ട് അടുത്ത നമ്പർ എന്തേ വരുള്ളൂ? നെഗറ്റീവേ വരുള്ളൂ. ഇനി ഇതേത് ഫോമിലാണ്? x + -y എന്നുള്ള ഫോമിലാണ്. അതിന് നമുക്ക് എന്ത് എഴുതാം? 7 + -14 എത്ര വരും? -7 വരും. അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 7 ആണ്. വലിയ ആളാരാണ്? 14 ആയതുകൊണ്ട് 14 സിമ്പിൾ -7 വരും. ഇനി നോക്കിക്കേ, അടുത്ത ആളെ നോക്കിക്കേ. x -3 ആണ്, y 0 ആണ്, z -9 ആണ്. x × y + z ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, x × y + z ആണ് കണ്ടുപിടിക്കേണ്ടത്. x എത്രയാണെന്നറിയാം? -3 ആണെന്നറിയാം. y എത്രയാണ്? 0 ആണ്. z എത്രയാണ്? -9 ആണ്. ഇനി 0യുടെ ഏത് നമ്പർ കൂട്ടിയാലും എന്ത് തന്നെയാണ്? ആ നമ്പർ തന്നെയല്ലേ? അതുപോലെ തന്നെയാണ് നെഗറ്റീവ് നമ്പേഴ്സിനും. 0യുടെ എന്ത് കൂട്ടിയാലും ആ നമ്പർ തന്നെയാണ്. അപ്പൊ എന്ത് വരും? -9 വരും. ഇനി നെഗറ്റീവ് നമ്പറും രണ്ട് നെഗറ്റീവ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്ത് ചെയ്യുക? 9 × 3 ചെയ്യുക, 27. രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് സിമ്പിൾ എന്തേ വരുള്ളൂ? ആ 27 +27 വരത്തുള്ളൂ. അപ്പൊ പഠിച്ചല്ലോ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇത്രയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്തു പോകുന്നത്. അതായത് ഒരു നമ്പർ ഏത് നമ്പറാണോ നെഗറ്റീവ് വന്നാൽ ആൻസറിൽ എന്തേ വരുള്ളൂ? ഒരു നമ്പറെങ്കിലും നെഗറ്റീവ് ആയാൽ ആൻസർ നെഗറ്റീവേ വരത്തുള്ളൂ. നോക്കിയാൽ രണ്ട് നമ്പർ നെഗറ്റീവ് ആയാൽ പോസിറ്റീവ് വരും. അത് എപ്പോഴും ഓർത്ത് വെക്കുക. ഇനി ഡിവിഷന്റെ കേസിൽ നോക്കാമല്ലോ. ഡിവിഷന്റെ കേസിൽ നോക്കാം. നോക്കിക്കേ, ഗിവൺ z = x/y ആണ് തന്നിട്ടുണ്ട്. x -10 ആണെന്നും y 2 ആണെങ്കിൽ z കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. z എന്താണ്? z x/y ആണ്. ഇവിടെ x എത്രയാണ് തന്നിട്ടുണ്ട്? -10 ആണ് തന്നിട്ടുണ്ട്. y 2 ആണ്. ഇവിടെ നോക്കിയേ, 10/2 എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 5 അല്ലേ? അപ്പം നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ എന്താ പഠിച്ചത്? ഒരു നമ്പറെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ എന്തേ വരുള്ളൂ? നെഗറ്റീവ് വരുള്ളൂ. ഇവിടെയും അതേ പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു നമ്പർ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മുടെ ആൻസറിൽ എന്തേ വരുള്ളൂ? -5 വരത്തുള്ളൂ. അതുപോലെ തന്നെ അടുത്ത് നോക്കാം. z എന്താണ്? x/y ആണ്. x എത്രയാണ്? -25 ആണ്. y എത്ര വരും? -5 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു മാറ്റമുണ്ട്. ഇവിടെ രണ്ടും നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ സെയിം റൂൾ തന്നെയാണ് പറയുന്നത്. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ എന്ത് വരും? പോസിറ്റീവ് വരും. 25/5 എത്ര വരും? 5 ആണ്. 25 × 5 അല്ലേ 25. അപ്പൊ ആൻസർ 5 വന്നു. പക്ഷെ ഇവിടെ സിമ്പിൾ എന്താണ്? പോസിറ്റീവ് ആണ്. രണ്ടും നെഗറ്റീവ് ആയാൽ പോസിറ്റീവ് എന്ന് എപ്പോഴും ഓർത്ത് വെക്കുക. കാരണം നോക്കിക്കേ, പറയുവാണെങ്കിൽ പോസിറ്റീവ് × പോസിറ്റീവ് എത്രയാ നിങ്ങൾക്ക് അറിയാം? പോസിറ്റീവ് ആണെന്നറിയാം. ഇനി നെഗറ്റീവ് × പോസിറ്റീവ് ആണെങ്കിലോ? നെഗറ്റീവേ വരുള്ളൂ. ഇനി നോക്കിക്കേ, പോസിറ്റീവ് × നെഗറ്റീവ് ആണെങ്കിലോ? അതും നെഗറ്റീവേ വരുള്ളൂ എന്ന് നമ്മൾ കണ്ടു. ഇനി നോക്കിക്കേ, ഇതുപോലെ തന്നെയാണ് ഡിവിഷന്റെ കേസിലും. നെഗറ്റീവ്/പോസിറ്റീവ് ആണെങ്കിൽ എന്തേ വരുള്ളൂ? നെഗറ്റീവേ വരുള്ളൂ. ഇനി പോസിറ്റീവ്/നെഗറ്റീവ് ആണെങ്കിലോ? അതും നെഗറ്റീവേ വരുള്ളൂ. ഇനി നെഗറ്റീവ്/നെഗറ്റീവ് ആണെങ്കിലോ? പോസിറ്റീവേ വരുള്ളൂ. അപ്പൊ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ വെച്ചോളുക. ഇനി നോക്കിയാൽ നമുക്ക് അടുത്ത കുറച്ച് പ്രോബ്ലത്തിലോട്ട് പോവാം. ഫൈൻഡ് z if x = 18, y = -16. നമ്മൾ കണ്ടായിരുന്നു. z എന്താ തന്നിട്ടുണ്ട്? x/y ആണ് തന്നിട്ടുണ്ട്. x എത്രയാണ്? 18 ആണ്. y എത്രയാണ്? -16 ആണ്. ഇനി 8/6 എത്രയാണ്? 3 ആണ് അല്ലേ? ആരെങ്കിലും നെഗറ്റീവ് ഉണ്ടോ? ഉണ്ട്. ഒരാൾ നെഗറ്റീവ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ആൻസർ -3. 18/6 -3 വരുള്ളൂ. ഇവിടെയും z = x/y. x എത്രയാണ്? -4 ആണ്. y എത്രയാണ്? -4 ആണ്. ഇവിടെ രണ്ടും നെഗറ്റീവ് ആണ്. ആൻസർ എന്ത് വരും? പോസിറ്റീവ് വരും. 4/4 1 ആണ്. സിമ്പിൾ അല്ലേ? നോക്കിക്കേ, അടുത്ത പ്രോബ്ലം നോക്കിക്കേ. ഇൻ ദ ഇക്വേഷൻ y = 1/x + 1 ടേക്ക് x as the numbers -1/4 and 3/5 ആൻഡ് കമ്പ്യൂട്ട് y. എന്താ പറയുന്നത്? y 1/x + 1 ആണ് തന്നിട്ടുണ്ട്. ഇനി എക്സിന് എന്ത് വാല്യൂസ് കൊടുക്കുക? -1/4 ഇട്ടിട്ട് y-ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതുപോലെ എക്സിന് 3/5 ഇട്ടിട്ടും y-ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതാം. y = 1/x + 1. എക്സ് എത്രയാണ്? നമ്മൾ ആദ്യത്തെ കേസിൽ എടുത്തു -1/4 ആണെന്ന് എടുത്തു. അപ്പം എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? -1/4 കൊടുക്കണം. ഇനി എന്തുണ്ട്? x + 1 ഉണ്ട് അല്ലേ? അതായത് +1 കൂടെ ഉണ്ട്. ഇനി നോക്കിക്കേ, ഇവിടെ നിന്ന് തന്നെ നമുക്ക് എഴുതാലോ. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ. 1-നെ എന്തെന്ന് എഴുതാം? നമുക്ക് 1/1 എന്ന് എഴുതാലോ. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. സിമ്പിൾ നമുക്ക് രണ്ടാമത് ഇടാം. 1 × 1 1 പ്ലസ് 1 × 4 4 ബൈ 4 × 1 4. ഇനി നോക്കിക്കേ, -1 × 1 ആയിരുന്നു ചെയ്തത്. അതായത് ഒരു നമ്പർ നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ ഇത് -1 വരും. 1 × 4 രണ്ടും പോസിറ്റീവ് അല്ലേ? അതിന് മാറ്റമൊന്നുമില്ല. താഴെ നമുക്ക് മാറ്റമൊന്നുമില്ല. ഇനി നോക്കിക്കേ, 1/-1 + 4 എത്ര വരും? 3 വരും അല്ലേ? ഒരു തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 3 ആണ്. ബൈ 4 വരും. 1/3/4 എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 4/3 എത്ര വരും ആൻസർ?
4/3 അല്ലേ ആൻസർ. ഇങ്ങനെ വേണം ഓരോ പ്രോബ്ലത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ആള് എടുക്കാലോ. എക്സിനെ എന്തെന്ന് എടുക്കുക? 3/5 എന്ന് എടുക്കുക. അല്ല, നമുക്കിവിടെ 3/5 പോസിറ്റീവ് അല്ലേ, നമുക്ക് നെഗറ്റീവ് തന്നെ ചെയ്ത് പിടിക്കാം. നമുക്ക് -3/5 ആക്കാം. അപ്പം -3/5 എന്ന് എടുക്കുക എക്സിനെ. അങ്ങനെയാണെങ്കിൽ y എന്താണ്? 1/x+1 ആണ്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. y is equal to 1/x-ന് പകരം എന്ത് കൊടുക്കുക? -3/5 കൊടുക്കുക, +1 കൊടുക്കുക. നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ ചെയ്യുക. എന്ത് ചെയ്യുക? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം 1 × 3 ചെയ്യുക, 3 കിട്ടും. ഇവിടെ ഒരെണ്ണം നെഗറ്റീവ് ആണല്ലോ, അപ്പം എന്ത് ചെയ്യുക? ഇവിടെ നെഗറ്റീവ് വരും. പ്ലസ് 1 × 5, 1 × 5 5 വരും. ബൈ 5 × 1 5. അപ്പൊ ബാക്കി ആർക്കും മാറ്റമില്ല. നെഗറ്റീവ് വന്നാൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. -3 + 5 എത്ര വരും? 2 വരും അല്ലേ? ബൈ 5 വരും. ഇനി എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 5/2 = 5/2 തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഇവിടെ നോക്കിയേ, -1ന്റെ പ്രോബ്ലംസ് x is equal to -1/3 + 3/-1/7 + -1/9 x equal to -1ന്റെ രണ്ട് പ്രോബ്ലംസ് ആണ് സിംപ്ലിഫൈ ചെയ്യാൻ തന്നിട്ടുള്ളത്. നിങ്ങൾ -1നെ പറ്റി നേരത്തെ പഠിച്ചൊരു തിയറം ഓർക്കുന്നുണ്ടോ? ഇതാ അല്ലെ, -1 എന്താണ്? n, അതായത് നമ്മുടെ പവർ ഈവൻ ആണെങ്കിൽ -1 എത്ര വന്നാലും എത്ര വരുള്ളൂ? ആൻസർ 1 വരുള്ളൂ. ഇനി പവർ ഓഡ് ആണെങ്കിലോ? പവർ ഓഡ് ആണെങ്കിൽ നമ്മുടെ ആൻസർ എത്ര വരും? പവർ ഓഡ് ആണെങ്കിൽ -1 വരുള്ളൂ ആൻസർ. നമുക്ക് ചെയ്തു നോക്കാം. നോക്കിക്കേ, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് x is equal to -1³ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ n എന്താണ്? ഓഡാണ്. n ഓഡ് ആണെങ്കിൽ ആൻസർ എത്രയേ വരുള്ളൂ? -1 വരുള്ളൂ. +3ക്ക് മാറ്റമുണ്ടോ? ഇല്ല. ഇനി -1/7 അത് എത്രയാണ്? പവർ ഓഡാണ്. -1 വരുള്ളൂ. പ്ലസ് -1/9 അത് ഓഡാണല്ലോ, -1 ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, -1 + 3 എത്ര വരും? 2 വരും അല്ലേ? അതായത് 3 - 1 ചെയ്യുക, 2 വരും. ഇനി ഇവിടെ നോക്കിക്കേ, -1 + -1 എന്താണ്? രണ്ടും നെഗറ്റീവ് ആണ്. അപ്പം നമ്മൾ ആൻസറിൽ എന്ത് വരും? നെഗറ്റീവ് വരും. ആഡ് ചെയ്യും, അഡീഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണ് എന്ത് പരിപാടി വരുന്നത്? രണ്ടും നെഗറ്റീവ് വരുമ്പോൾ ആൻസർ പോസിറ്റീവ് വരുന്നത്. അഡീഷനിൽ അങ്ങനെയല്ല. അഡീഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണും. ആൻസർ എന്ത് വരും? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്ത ആൻസറും നെഗറ്റീവേ വരത്തുള്ളൂ. ഇനി 2/2 എത്രയാണ്? 2/2 1 ആണ്. ഒരു നമ്പർ നെഗറ്റീവ് വന്നുകൊണ്ട് ആൻസറിൽ എന്ത് വരും? -1 വരും. അപ്പൊ നമ്മുടെ തന്നിട്ടുള്ള എക്സ്പ്രഷൻ വലിയ എക്സ്പ്രഷൻ ആണെങ്കിലും ആൻസർ എന്താണ്? കുഞ്ഞ് ആൻസർ ആണല്ലേ. അപ്പം എക്സ്പ്രഷൻ കണ്ട് പേടിക്കരുത്. നിങ്ങൾ എന്തായാലും ആൻസർ വരുമ്പോഴത്തേക്കും കിട്ടിക്കോളും. ഓക്കെ, x is equal to അടുത്ത് -1/15 ആണ്. 15 എന്ന് വെച്ചാൽ എന്താണ്? ഓഡ് നമ്പർ ആണോ ഈവൻ ആണോ? ഓഡല്ലേ, -1 തന്നെ വരും. -1/11 ആണെങ്കിലോ അതും ഓഡാണ്, -1 അല്ലേ വരുള്ളൂ. ഇനി -1/18, 18 എന്താണ്? ഈവൻ നമ്പർ ആണല്ലേ, അപ്പൊ അതെന്ത് വരും? 1 വരും. ഇനി -1/29 എന്താണ്? ഓഡാണ്, അപ്പൊ എന്ത് വരും? -1 വരും. നോക്കിക്കേ, -1 + -1 -2 വരും. 1 + -1 എത്രയാണ്? x + -x എത്രയാണ്? -x 0 അല്ലേ, അത് 0 ഫോമിൽ വരും. -2/0 ഡിഫൈൻഡ് ആണോ? അല്ല. നമ്മുടെ ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ 0 വന്നാൽ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സോ നമുക്കത് അങ്ങനെ തന്നെ എഴുതി വെക്കാം. അടുത്തൊരു പ്രോബ്ലം നോക്കിക്കേ. ഇൻ ദ ഇക്വേഷൻ z equal to x/y + y/x take x equal to 4 and y equal to -1/4 and compute z. അപ്പൊ എന്ത് തന്നിട്ടുണ്ട്? നേരത്തെ പോലെ തന്നെ z തന്നിട്ടുണ്ട്. z ന് തന്നിട്ടുള്ള എക്സ്പ്രഷൻ എത്രയാണ്? x/y + y/x ആണ്. ഇനി x എന്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? എക്സിന്റെ വാല്യൂ -4 ആയിട്ടും വൈയുടെ വാല്യൂ -1/4 ആയിട്ടും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് x/y തന്നെ കണ്ടുപിടിച്ച് നോക്കാം. ഓരോ സെക്ഷൻ ആയിട്ട് എടുക്കാം. ആദ്യം ഇതെടുത്തിട്ട് പിന്നെ ഇതെടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. x/y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x എത്രയാണ്? -4 y എത്രയാണ്? -1/4. ഇനി നോക്കിക്കേ, ഇത് കണ്ടു പേടിക്കണ്ട. നമ്മളിത് ചെയ്ത് വരുമ്പോൾ സിമ്പിൾ ആണ്. -4നെ നമ്മൾ അതുപോലെ തന്നെ എഴുതുന്നു. ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താലേ പറ്റുള്ളല്ലോ. അപ്പൊ ഇൻറ്റു എന്ത് വരും? 4/-1 വരും അല്ലേ. ഇനി നോക്കിക്കേ, ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാലോ. 4 × 4 16 മൈനസ് വന്നുകൊണ്ട് -1 ×
എന്ത് വരും? ഇവിടെ 1 അല്ലേ വരുള്ളൂ. 1 ഇൻറ്റു -1 എത്രയാണ്? -1. മൈനസ് ബൈ മൈനസ് എത്രയേ വരുള്ളൂ? പോസിറ്റീവ് വരുള്ളൂ. 16/1 എത്രയാണ്? 16 ആണ്. ഇനി നോക്കിക്കേ, എക്സ് ബൈ വൈ കിട്ടി. അതുപോലെ തന്നെ വൈ ബൈ എക്സ് കണ്ടുപിടിക്കാമല്ലോ. വൈ ബൈ എക്സ് എത്ര വരും? വൈ ബൈ എക്സ് y -1/4 ആണെന്ന് നമുക്കറിയാം. എക്സ് എത്രയാണ്? -4 ആണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ റെസിപ്രോക്കൽ എടുക്കുക. -1/4നെ അതുപോലെ എഴുതിയിട്ട് ഇവിടെ എന്ത് വരും? -4/1 വരും. അപ്പൊ 1/-4 എന്ന് എഴുതുക. -1 ഇൻറ്റു 1 1 ഇൻറ്റു 1 ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ടു. 4 ഇൻറ്റു 4 16 ചെയ്തിട്ട് ഒരു നെഗറ്റീവ് ഇട്ടു. -1/16 നമുക്ക് എങ്ങനെ എഴുതാം? 1/16 എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ടോട്ടൽ എന്തായിരുന്നു? എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ എക്സ് അല്ലേ ഇസഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 16 പ്ലസ് 1/16 അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നതാണ് എന്ത്? നമ്മുടെ ടോട്ടൽ ആൻസർ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാച്ച് ദ ഫോളോയിങ്. നമുക്ക് എയും ബിയും രണ്ട് സെക്ഷൻ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഇവിടുന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാമല്ലോ. 14/-7 എന്താണ് 14/7? ആലോചിക്കുക. 2 ആണല്ലേ. അപ്പം എന്തുണ്ട്? ഒരു നെഗറ്റീവ് കൂടെ ഉള്ളതുകൊണ്ട് -2 അല്ലേ ആൻസർ വരുള്ളൂ. -2 അവിടെ എവിടെയാണ്? ഇവിടെ ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ എങ്ങോട്ട് ക്രോസ് ചെയ്യുക? അങ്ങോട്ട് ക്രോസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് നോക്കിക്കേ, -3/21 21/3 ആണ് എത്ര? 7 എന്ന് പറയുന്നത്. -3/21 എത്രയാണ്? 1/7 ആണ്. അതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് നമ്പറും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ആൻസറിൽ എന്ത് വരും? നെഗറ്റീവ് വരും. അപ്പോൾ -1/7 എവിടെയാ ഉള്ളത്? ഇവിടെ ഉണ്ടല്ലേ. അടുത്ത് നോക്കിയേ, -90/-10 90/10 എത്രയാണ്? 9 ആണ് അല്ലേ. ഇപ്പൊ രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ എന്തേ വരുള്ളൂ? പോസിറ്റീവേ വരത്തുള്ളൂ. അപ്പൊ -90/-10 9 വരത്തുള്ളൂ. അടുത്ത് -55/-5 55/5 11 ആണ്. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് എന്ത് വരും? പോസിറ്റീവേ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ മാച്ച് ദ ഫോളോയിങ് കഴിഞ്ഞു. ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാലേ എന്ത് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. പരീക്ഷയ്ക്ക് വരുമ്പോൾ എക്സാമിന് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാക്കി ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ച ഒന്നുകൂടെ നോക്കാം. ഫോർ എനി ടു പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, -x ഇൻറ്റു വൈ ആണെങ്കിലും x ഇൻറ്റു -y ആണെങ്കിലും ആൻസർ എന്താണ്? -(x/y) ആണ്. ഒന്ന് നെഗറ്റീവ് നമ്പർ ഒന്ന് പോസിറ്റീവ് നമ്പർ ആണെങ്കിലും, ഇനി ഒന്ന് പോസിറ്റീവ് നമ്പർ ഒന്ന് നെഗറ്റീവ് നമ്പർ ആണെങ്കിലും ആൻസർ നെഗറ്റീവ് ആയിരിക്കും അതിന്റെ പ്രൊഡക്റ്റ്. ഇനി രണ്ട് നെഗറ്റീവ് ആണെങ്കിലോ, -x ഇൻറ്റു -y ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് പ്രൊഡക്റ്റ് ആയിരിക്കും, xy ആയിരിക്കും. ഇനി അടുത്ത നോക്കിക്കേ, ഡിവിഷൻ നോക്കിക്കേ. മൈനസ് ബൈ പോസിറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ബൈ നെഗറ്റീവ് ആണെങ്കിലും ആൻസർ എന്താണ്? നെഗറ്റീവേ വരത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ മൈനസ് ബൈ മൈനസ് ആണെങ്കിലും പോസിറ്റീവ് ബൈ പോസിറ്റീവ് ആണെങ്കിലും ആൻസർ എന്തേ വരുള്ളൂ? പോസിറ്റീവേ വരത്തുള്ളൂ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ സെക്ഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിന് മൾട്ടിപ്ലിക്കേഷൻ കണ്ടു, ഡിവിഷൻ കണ്ടു, അഡീഷൻ സബ്ട്രാക്ഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചു. അതുകൂടെ ഒന്ന് റീവൈൻഡ് ചെയ്യുക. അപ്പൊ ഈ ടോട്ടൽ വെച്ചൊന്ന് റീവൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടുന്ന് ബാക്കി റെഫറൻസ് ടെക്സ്റ്റിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കിട്ടും. അത് ചെയ്തിട്ട് ആൻസറുമായിട്ട് നോക്കാണ്ട് ആൻസർ എഴുതുക. എന്നിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ബുക്കിൽ പോയിട്ട് ആൻസർ നോക്കുക, കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. അങ്ങനെ ഒത്തിരി ചെയ്ത് കഴിക്കുമ്പോൾ എന്ത് മനസ്സിലാവും? ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ. Manorama Horizon. Learning made simple.